ആനി കയറി വന്നപാടെ അവന്റെ തലയിലെ കെട്ടുകണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താടെ കാണിക്കുന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക കയറി വരുന്നത്. ഈ അനാമിക കയറി വരുന്ന കാഴ്ച കണ്ട് അനിയാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും അനാമികയെ തന്നെ നോക്കി നിൽക്കാണ്. ഇത് ആരാണ് ഈ വരുന്നതെന്ന് ഓർത്ത്. അപ്പോഴേക്കും ഒന്നും മനസ്സിലാവാതെ എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വര ഇവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നേ എന്നിങ്ങനെ അനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും നോക്കാതെ അനാമിക ഓടിക്കയറി വന്ന് അനിയോട് ചോദിക്കുകയാണ്, അനി നിനക്ക് എന്താ നോക്കി നടന്നൂടെ, സോറി നോക്കി വണ്ടി ഓടിച്ചൂടെ, തിരക്കുള്ള റോഡിലൂടെ പോകുന്നതിന് ഓർമ്മ വേണം. വണ്ടി ഓടിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്, നേരെ നോക്കി തന്നെ വണ്ടി ഓടിക്കണം, അതും ഹെൽമെറ്റ് പോലും ഇല്ല. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, റോഡിലൂടെ പോകുന്നതിന് ഒരു ധാരണ വേണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം എല്ലാരും ഇങ്ങനെ സ്തബ്ധരായിട്ട് നോക്കി നിൽക്കാണ് കേട്ടോ. ശരിക്കും ആരാണ് എന്താണ് സംസാരിക്കുന്നത് ആർക്കൊന്നും മനസ്സിലാവാതെ എല്ലാരും ഞെട്ടലോടുകൂടി തന്നെ നിൽക്കാണ്. അപ്പോഴേക്കും അനാമിക പറയാണ്, എന്താ ആനി ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെ വിഷമം വരാതിരിക്കും, ഇത് കേട്ടപാടെ ഞാൻ ആകെപ്പാടെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ, നിനക്ക് ഒരു ബോധവും ഇല്ല, എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവില്ലാതെ നീ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴാണ് അനാമിക ചുറ്റുമൊക്കെ ശ്രദ്ധിക്കുന്ന കേട്ടോ. എല്ലാവരും നോക്കി ആകെപ്പാടെ അനാമിക ഒന്ന് ചമ്മുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അനിയുടെ പുറകിലേക്ക് മാറിയിട്ട്, അയ്യോ സോറി എനിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ അറിയാതെ പെട്ടെന്ന് ആ ടെൻഷനിൽ ഓടി വന്നതാ ഞാന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അനാമിക എന്ന് പറഞ്ഞ് അനാമിക പരിചയപ്പെടുത്താണ്. അപ്പോഴേക്കും അനിയോട് പറയണ, എടാ നീ എന്നെ പരിചയപ്പെടുത്തിട്ടില്ല എന്ന് ചോദിക്കുവാണ്. വേണ്ട ഞാൻ തന്നെ പരിചയപ്പെടുത്താം എന്ന് പറയുന്നു. അപ്പോഴേക്കും നയന അവരെ നോക്കി ഇങ്ങനെ ഒന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കാണുന്നത് മറ്റേ സൈഡില് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും നന്ദുവിന് മനസ്സിലേക്ക് അനി ഇടിച്ചു കയറി കഴിഞ്ഞു. ഇവളിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് കനകം വരുന്നുണ്ട്. കനകം വന്നിട്ട് ചോദിക്കാണ്, എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത്. നന്ദു പറയുന്നുണ്ട്, ഒന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ പ്രായത്തിലുള്ള പെമ്പിള്ളാര് ഇപ്പൊ എന്തായിരിക്കും ആലോചിക്കാന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാന്ന്. എന്റെ പൊന്നു മോളെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അല്ല ആരായി അനാമിക. നന്ദു പറയണ, അവളുടെ പേരെന്തിനാ അമ്മ ഇപ്പൊ പറയുന്നേ. അപ്പം അവൾ പറയണം, എനിക്ക് മനസ്സിലായി. അനിയുടെ ഫോണിലേക്ക് അനാമികയുടെ കോൾ നിന്നപ്പോഴാ നീ അത്രയ്ക്കും ദേഷ്യപ്പെട്ടത്. ഈ നിന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണോട് ദേഷ്യം തോന്നണമെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കുന്നതൊക്കെ എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് കനകം പറയുന്നുണ്ട്, എനിക്കും ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വലിയ കാശുകാരെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷെ ഇപ്പൊ അമ്മ അങ്ങനെ പറയില്ല. നിങ്ങളെ ഞാൻ നടക്കാൻ വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നിന്റെ മനസ്സിലൂടെ നടക്കുന്നത് ആരാന്ന് എനിക്ക് അറിയണേന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാണ്, അമ്മ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലായി. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രം, അവനെ കുറിച്ച് അങ്ങനൊന്നും പറയണമെന്ന് പറയുന്നു. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, എനിക്ക് നിന്റെ അച്ഛനെയൊക്കെ കയറി വരാനും നിന്റെ ഭർത്താവും കൊണ്ട് നീ ഇവിടെ വരാനും പറ്റുന്ന വീട്ടിലേക്കായിരിക്കണം. നിന്നെ കെട്ടിച്ചിടുക എന്ന് പറയുമ്പോൾ നന്ദു പറയാണ്, വേണ്ട ഞാൻ കിട്ടുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നോളാം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചോദിക്കാണ്, അല്ല മോളെ എവിടത്തെയാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയാണ്, CK ഗ്രൂപ്പ്സ് കേട്ടിട്ടുണ്ടോ, അതെന്റെ അച്ഛന്റെ കമ്പനിയാ, എന്റെ അച്ഛനാണ് നോക്കി നടത്തുന്നത്. അപ്പോഴേക്കും അവന്റെ ആദർശന്റെ മനസ്സ് മുഴുവനും നയന ഇങ്ങനെ മുത്തച്ഛനോട് പറയുമോന്ന് പേടിയാണ് കേട്ടോ. നയന ഇനി വന്നേ, എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയുമ്പോഴേക്കും എന്താ ആദർശട്ടാ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ നയന പറയാണ്. അപ്പോഴേക്കും ജലജ ദേവ്യാനെ നോക്കിയിട്ട്, ദേവ്യാനി ഇതാ അങ്ങോട്ടൊന്ന് നോക്കിയേ, ഇത്രയും ഒരു പെണ്ണ് വന്ന് കയറിയിട്ട് പോലും അവന്റെ മനസ്സ് ഇവിടെങ്ങും അല്ല. അവൻ കണ്ടോ അവളുടെ സാരത്തുമ്പോ പിടിച്ച് നടക്കുക, അങ്ങോട്ട് നോക്കി എന്ന് പറയുമ്പോഴേക്കും ദേവേനി അങ്ങോട്ടേക്ക് നോക്കുകയാണ് കേട്ടോ. ദേവേനി കാണുമ്പോഴേക്കും ദേവേനി ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ആദർശാണെങ്കിൽ നയയുടെ വാലും പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നയനെ പോകുന്നിടത്തൊക്കെ. എന്നിട്ട് അവള് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ഒരു ബുക്കിന്റെ പബ്ലിഷർ കൂടിയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായി എങ്ങനെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടെന്ന്. അപ്പോഴേക്കും അനാമിക പറയാണ്, ഇവന് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവന് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും ഞാൻ എന്റെ ഇവന്റെ കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുള്ളതാ. അല്ലേ ആനി എന്ന് പറയുമ്പോഴേക്കും, ആണോ മോളെ, പക്ഷെ ഇവൻ എന്നെ കുറിച്ച് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. ആണോ ആനി, നീ ഒന്നും പറഞ്ഞില്ല എന്നെ കുറിച്ച്, അത് മോശമായി പോയി കേട്ടോ. ഇത്രയും ചർച്ചകൾ നടക്കുന്ന സമയത്തും ആദർശാണെങ്കിൽ അവിടെ നയനോട് ഇങ്ങനെ പറയാണ്, നയന എനിക്കൊരു കാര്യം പറയണം, നീ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കാണ്. അപ്പൊ ഇവരുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കാണ് കേട്ടോ ദേവ്യാനി പറയണ, പറ എന്താന്ന് എനിക്ക് പറയാനുള്ളേ. അയ്യോ അമ്മേ ഒന്നുമില്ല. ആണോ, പക്ഷെ എനിക്ക് നീ എന്ത് പറഞ്ഞാലോ തോന്നിയല്ലോ, നിനക്ക് എന്താ അവിടെ പറയാനുള്ള, എന്നോട് പറ എന്നിങ്ങനെ ദേവ്യാനി പറയുമ്പോ ആദർശം ഒന്ന് ചമ്മി നിൽക്കുന്നുണ്ട്. നയനെ പറയാണ്, അവൾ ആദ്യമായിട്ട് വന്നാലേ ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുമ്പോൾ ആദർശും അവളുടെ പിന്നാലെ തന്നെ പോവാണ് കേട്ടോ. ഈ സമയത്ത് ജലജ പറയണ, കണ്ടില്ലേ അവൻ ഇത്രയും പേര് നിൽക്കുമ്പം ഇവിടെ നിൽക്കേണ്ടതല്ലേ, അവൻ അവളുടെ പുറകെ വാലായിട്ട് പോയത് കണ്ടോന്ന് പറയുന്നു. അങ്ങനെ അനിയും ആ പെണ്ണിനെ റൂം കാണിക്കാൻ കൊണ്ടുപോകാണ് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി വല്ല പ്രണയോ മറ്റോ ആണോ. അറിയില്ല അച്ഛാ,
അപ്പം അവന് ഇതുവരെ ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇത് ആദ്യമായിട്ടല്ലേ, അങ്ങനെ ആകുമ്പം അവളെ ഓർത്തിന്റെ പോയായിരിക്കും പറഞ്ഞു കേട്ടോ. അങ്ങനെ നയന അടുക്കളയിലേക്ക് പോകുമ്പം എടി ഒന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്താ ആദർശേട്ടാ വിട്ടേന്ന് പറഞ്ഞിട്ട് നയന വീണ്ടും ഫ്രണ്ടിലേക്ക് പോവാണ്. ആദർശ് മനസ്സിലോർക്കാണ് ഇവളെ എങ്ങനെയും വഴിക്ക് വന്നില്ലെങ്കിൽ ശരിയാവില്ല, ഇവള് പോയി മുത്തച്ഛനോടെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഓർക്കാണ് കേട്ടോ. അങ്ങനെ മുകളിലുള്ള ഒരു പാത്രം എടുക്കാൻ വേണ്ടി നയന ഇങ്ങനെ എത്തി വരുമ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് നയനെ ഇങ്ങനെ എടുത്തു പൊക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവര് ഇങ്ങനെ വന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജലജ ദേവയാനിയും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അടുക്കള കടന്ന് മറിഞ്ഞിങ്ങനെ കാണുകയാണ്. അപ്പോഴേക്കും ആദർശ് നയനെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ആ പാത്രം എടുക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറഞ്ഞ കണ്ടില്ലേ ചേച്ചി, ഇവൻ അടങ്ങാനിരുന്നാ പോരെ, ഇവരുടെ പുറകെ വരേണ്ട വല്ല കാര്യമുണ്ടോ, ഇതിപ്പോ പശു ഒട്ടി നിൽക്കുന്നത് പോലെ അവൻ വന്ന് ഒട്ടി നിൽക്കുന്നത് കണ്ടില്ലേ, അവർക്കൊരു കസാരയിട്ട് എടുക്കാവുന്നതല്ലേ ഉള്ളൂ, ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, ഇതൊക്കെ മനപ്പൂർവ്വം അവർ കാണിക്കുന്നതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പം മനസ്സിലായാലേ ഏടത്തേക്ക്, ഏടത്തിന്റെ മോൻ കൈവിട്ട് പോയിന്ന്, ഇനിയിപ്പൊ അകറ്റാൻ കുറച്ച് പാടുവിടും എന്നൊക്കെ പറയുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയത്ത് ആദർശമുള്ള പൊക്കിയെടുക്കുന്നു. നയന ആ പാൻ എടുത്തുണ്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴെല്ലാം ആദർശിന്റെ മനസ്സിലോർക്കാണ് എങ്ങനെയെങ്കിലും ഇവളെ തന്നെ വശത്താക്കിയില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയാണെന്ന് മുത്തച്ഛൻ വിചാരിക്കുന്നു പറയുന്നു. അങ്ങനെ നയന ചെല്ലുന്നിടത്തൊക്കെ ആ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ആദർശ് കൂടെ ചെന്ന് കഴുകി കൊടുക്കാൻ കേട്ടോ. വേണ്ട ആദർശേട്ടാ, ഞാൻ കഴുകിക്കൊള്ളാമെന്ന് നയന പറയുമ്പോ വേണ്ടടോ ഞാൻ സഹായിക്കാം എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അനാമികയും കൂട്ടിയിട്ട് മുറിയിലേക്ക് കയറി നിന്നിട്ട് ബാ കയറി വാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, വളരെ വിശാലമായിട്ടുള്ള മുറിയാണല്ലോ, എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പെയിന്റിങ്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആനി പറയണ അതെ, ഞാൻ പെയിന്റർ അല്ല, ഒരു കവിയാണ് എന്ന് പറയുന്നു. എങ്കിലും ഞാൻ കുറച്ച് പെയിന്റിങ്സ് ഒക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് കുറെ പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആരോടും അങ്ങനെ വലിയ ഇഷ്ടം തോന്നിയിട്ടില്ല. ഇതുപോലെ മനസ്സെ ആരും സ്വാധീനിച്ചിട്ടില്ല. പക്ഷെ അനിയുടെ കവിതകളും അനിയും എന്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി ഈശ്വര, ഇത് റൂട്ട് മാറി പോവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തമിഴിലെ ഇതേ സമയത്ത് തന്നെ അനിക്ക് അനാമിക ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ വരുമ്പോ തന്നെ അവളെ കൊടുത്ത റോസൊക്കെ ഇങ്ങനെ അവൻ സൂക്ഷിച്ചു വെക്കുകയും അവരുടെ ഫോട്ടോയൊക്കെ റൂമിലൊക്കെ വെക്കുകയും ചെയ്യട്ടോ. പക്ഷെ ഇവിടെയാണെങ്കിൽ അനാമികന് അവന് ചെറിയൊരു താല്പര്യം ഉണ്ടെങ്കിലും വലിയൊരു അഫെക്ഷൻ മാത്രമേ ഉള്ളൂ, ഇഷ്ടമായിട്ട് തോന്നുന്നില്ല കേട്ടോ. അവൻ ഓർക്കാണ് ഈശ്വര ഇങ്ങനെ ഇടിച്ചു കയറി ഒരു ഓർത്തില്ല, പുറത്തൊക്കെ വെച്ച് കാണുകയാണെങ്കിലും പിന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവള് പഞ്ചസാരയും അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ മൈദയൊക്കെ എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആദർശ് ഞാനോട് സഹായിക്കാന്ന് പറയുമ്പം അടുക്കളയിൽ നിന്ന് ആണുങ്ങൾക്ക് കാര്യം അങ്ങ് പൊയ്ക്കെന്ന് പറയുമ്പം അതെന്താ അടുക്കളയിൽ ആണുങ്ങൾ കയറിയാല് ഓരോ ഹോട്ടലിലെ ഷെഫ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ, അവരെല്ലാം ആണുങ്ങളാ, എന്നാ പിന്നെ ആദർശിന് തന്നെ അടുക്കള ജോലി ചെയ്യുന്ന പറയുമ്പോൾ അപ്പൊ എന്റെ ജോലിയൊക്കെ നീ ചെയ്യുമോ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, എന്താ ഉദ്ദേശം, ഇനി ഈ ഗ്യാസ് എങ്ങാനും തുറന്നിടാനാണോ? ആദർശ് ചോദിക്കുന്നു. എന്താ അല്ല, ഈ ഗ്യാസ് എങ്ങാനും തുറന്നിട്ട് എന്നേക്ക് വേണ്ടി ശല്യം തീർക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമല്ലാണോ? അപ്പോഴേക്കും ആദർശ് പറയുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യനെ അങ്ങനെയല്ല ഞാൻ ചെയ്യുവോ, ഒന്ന് സഹായിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇതും കേട്ടോണ്ട് ദേവ്യാനിയും ജലജയും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടത്തി, ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ജലജ പറയുന്നുണ്ട്. ഈ സമയത്ത് അനാമിക പറയാണ് എങ്കിലും അനിയുടെ കവിത എന്ന് പറഞ്ഞാണല്ലോ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതേ സമയത്ത് തന്നെ നന്ദു ആണെങ്കിലും ഒരു സമാധാനം ഇല്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അനിയുടെ ഫോണിലേക്ക് നന്ദു കോള് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു കോള് വന്നെന്നും പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടിട്ട് അനി പോവാണ്. പോയി എടുത്തിട്ട് ഈശ്വര നന്ദു ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ. ഇതും കൂടെ കാണുമ്പോൾ നന്ദുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആരാന്ന് ചോദിക്കുമ്പം അതൊരു ഫ്രണ്ടാ, ഇപ്പൊ പിന്നെ കാണണോന്ന് പറയും, അതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും അനാമിക്ക് പറയാണ് അത് ശരിയാ, ഇപ്പൊ കാണാന്ന് പറഞ്ഞാൽ അതിൽ വിലപ്പെട്ട ആൾ ഇവിടെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് നന്ദു വീണ്ടും അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനി ഇങ്ങനെ ഓർക്കാണ് ഈശ്വര ഇവള് പോകുന്നുമില്ലല്ലോ എന്ന് ആലോചിക്കുന്നു. അനിന്നിട്ട് ഓർക്കാണ് ഇവള് ട്രാക്ക് മാറ്റി മാറ്റി പോവാണല്ലോ, ഇവളുടെ മനസ്സിൽ മറ്റെന്തോ തന്നെയാ, അവൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ, ഇവളൊന്നും പോകുന്നില്ലല്ലോ ഈശ്വര, വെളി വെച്ചാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ താഴെ എല്ലാവരും തെറ്റിദ്ധരിക്കലോ എന്നൊക്കെ ഇങ്ങനെ അനി മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അനാമികയാണേലോ തനിക്ക് പ്രണയമാണെന്ന് ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. തമിഴിലാണെങ്കിലോ ഈ സമയത്ത് അനി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരിക്കും. അനാമികയുടെ ഫോട്ടോയും അവള് കൊടുത്ത റോസൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് റൊമാൻറ്റിക് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അവളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. പക്ഷെ ഇവിടെ അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. കാരണം അനിയുടെ മനസ്സിൽ ഇവളോടുള്ള ജസ്റ്റ് ഇൻഫാക്ച്വേഷൻ മാത്രമാണ്. നന്ദു ആണെങ്കിലും ഇതേ സമയം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാ ദിവസവും എപ്പിസോഡ് നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കൂടാതെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന സ്റ്റോറീസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.